സർവശക്തനായ ദൈവത്തിന് സർവശക്തനായ ദൈവത്തിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് 20 വയസ്സാകുന്ന അന്ന് എനിക്ക് ഒരു സുഹൃത്ത് മുഖാന്തരം, ഞങ്ങൾ 2-3 സുഹൃത്ത് മുഖാന്തരം ഞങ്ങള് കണ്ണൂർ ഒരു ഓപ്പൺ റിക്രൂട്ട്മെന്റിൽ എത്തിപ്പെടുകയും അങ്ങനെ മിലിറ്ററിയിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്യുകയാണ്. സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. അപ്പം അവിടുന്ന് വിചാരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർക്കാർ ജോലി കിട്ടിയല്ലോ, ഇനി എല്ലാം സുഗമമായി രക്ഷപ്പെട്ടു, വലിയ സ്വപ്നങ്ങൾ കാണാനും പ്രതീക്ഷകളിലേക്ക് കടന്നു ചെല്ലാനും ഒക്കെ ആ ഒരു സമയം കൊണ്ട് എനിക്ക് കഴിഞ്ഞു. അങ്ങനെ 93 ഫെബ്രുവരി 10 ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു. ബാംഗ്ലൂരാണ് ജോയിൻ ചെയ്യുന്നത്. അവിടുന്ന് അതിനുശേഷം രാജസ്ഥാനിലേക്ക്, ജോധ്പൂരിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പറഞ്ഞു വിട്ടു. ഒരു ഏപ്രിൽ മാസത്തിൽ എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടുകയാണ്. ആലോചിക്കുക, എല്ലാം അവസാനിച്ച് ഇടത്തുനിന്ന് ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരനാകുന്നു, അവിടുത്തെ ആദ്യത്തെ ശമ്പളം കിട്ടുന്നു. വലിയ സന്തോഷമുള്ള സമയമായിരുന്നു. പക്ഷേ അന്ന് ഇന്നത്തെ പോലെ അക്കൗണ്ടിലേക്കൊന്നുമല്ല പൈസ വരുന്നത്. ഒരു 5-6 സ്ഥലങ്ങളിൽ ഒപ്പൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ശമ്പളം കൈപ്പറ്റണം. അപ്പൊ ഒപ്പിട്ടിടത്തെല്ലാം എനിക്കന്ന് അതിനുള്ള ഒരു ആർജവം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒപ്പിട്ടിടത്തെല്ലാം എനിക്ക് കിട്ടേണ്ട ശമ്പളം എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഏറ്റവും അവസാനം ഒപ്പിട്ടിടത്ത് മാത്രം ഞാൻ ശ്രദ്ധിച്ചു. അവിടുന്ന് പൈസ കൈപ്പറ്റുമ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പ്രതീക്ഷിച്ച ശമ്പളമൊന്നുമില്ല. ഒരുപക്ഷെ ഞാൻ കൂലിവേല ചെയ്തിരുന്ന എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് ലഭിച്ചിരുന്നത് ഇതിന്റെ എത്രയോ മടങ്ങ് അധികമായിട്ട് ലഭിച്ചിരുന്നു. എനിക്ക് അന്ന് ലഭിച്ചത് വെറും 1400 രൂപയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് വലിയ നിരാശജനകമായ ഒരു അവസ്ഥയായിട്ട് ഞാൻ ആ ഒരു ജോലിയുടെ അന്നത്തെ ആദ്യത്തെ ശമ്പളം കിട്ടിയ സമയത്തെ ഫീൽ ചെയ്തു. അങ്ങനെ ജോലി അവസാനിപ്പിച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ കുറച്ച് ഇൻസ്ട്രക്ടർമാര് എന്നെ ഉപദേശിച്ചു. പല വിധത്തിലുള്ള ശമ്പള വർധനവിനെ കുറിച്ച് അവരന്ന് എനിക്ക് സൂചന നൽകി. ബോർഡറിൽ ചെന്ന് കഴിഞ്ഞാൽ ബോർഡർ അലവൻസ്, അതുപോലെ വിവാഹശേഷം ചിൽഡ്രൻ അലവൻസ്, പിന്നെ പുതിയ ശമ്പള കമ്മീഷൻ വരുമ്പോഴത്തേക്കും പുതിയ ശമ്പളമാകും എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവനെ നമ്മൾ ഈ ലോകത്ത് എത്ര കാലം ഉണ്ടാകുമെന്ന് അറിയില്ല, പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, അതായത് മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ മരണം സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആശ്രിതർക്ക് ആജീവനാന്തം വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി. അങ്ങനെയെങ്കിൽ തുടർന്ന് കളയാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ മിലിറ്ററി ജീവിതം തുടരുന്നതും. അങ്ങനെ ഞാൻ 21 വർഷം രാജ്യസേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതൊക്കെ പറയുന്നതിന്റെ കാരണം, അവിടെ രാജ്യസേവനം ചെയ്യുമ്പോഴും എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒരിക്കലും പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. എൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്ന് പുറത്തു വരാൻ പോലും എൻ്റെ അവിടുത്തെ വരുമാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു നഗ്ന സത്യം ഞാൻ തുറന്നു പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 21 വർഷം അവിടെ ഒരു വരുമാന സ്രോതസ് എന്ന നിലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോഴും ഇനി 10-20 വർഷം കൂടി ഒരു പക്ഷെ ഞാൻ അവിടെ ജോലി ചെയ്യുകയാണെങ്കിലും എത്ര ആർജിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മുടെ അടുത്ത് വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കഷ്ടപ്പെട്ട് വൈഫിന്റെ സ്വർണമൊക്കെ കൂടെ വിട്ടിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചത്, സ്ഥലം വാങ്ങിയത്, വീട് വെച്ചത്, അതുപോലെ സകല സമ്പാദ്യം സ്വരുക്കൂട്ടിയാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്കുള്ളത് കുറച്ച് കടബാധ്യതകളും അതുപോലെ ആദ്യവും അവസാനമായിട്ട് കുറച്ച് ഗ്രാറ്റുവിറ്റി ഇനത്തിലും മറ്റേ PF ഇനത്തിലും ഒക്കെ ഞാൻ സമ്പാദിച്ചിരുന്ന കുറച്ച് സമ്പാദ്യമൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇനി എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവല്ല. മിലിറ്ററി ക്യാമ്പസിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അറിയാവുന്നത്, ഒന്ന് മിലിറ്ററി സംബന്ധമായിട്ടുള്ള ജോലിയും, രണ്ട് ഞാൻ പണ്ട് ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ കാർഷിക മേഖലയുമാണ്. അപ്പം എന്ത് വില കൊടുത്തും ഒരിക്കലും ഞാൻ പരാജയപ്പെടില്ല എന്നുള്ള ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ പുറത്തു വന്നിരിക്കുന്നത്. ഏത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഞാൻ പരാജയപ്പെടില്ല. രണ്ട്, മിലിറ്ററി സംബന്ധമായിട്ടൊരു ജോലി ഞാൻ ചെയ്യില്ല എന്നൊരു തീരുമാനം കൂടി ഞാൻ എടുത്തിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങുകയും ജോലി ചെയ്യുകയുമാണ് ചെയ്തത്.
പക്ഷെ അവിടെ നിങ്ങൾക്കറിയാം, ഇത് മലയോര പ്രദേശമാണ്. അവിടെ വന്യജീവികളുടെ ആക്രമണം, ആന, പന്നി, അതുപോലെ കാട്ടി ഇതുപോലുള്ള മൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് കാർഷിക മേഖലയിൽ നിന്ന് ഒരൊറ്റ വർഷം കൊണ്ട് ഞാൻ വീണ്ടും പരാജയം അടഞ്ഞു. അങ്ങനെ ഞാൻ കുറ്റ്യാടിയിലെ ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു ജോലിക്കാരനായിട്ട് പ്രവേശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പതുക്കെ പതുക്കെ അവിടുത്തെ മാനേജർ പൊസിഷനിലേക്ക് എത്തുകയും കുഴപ്പമില്ലാത്ത ഒരു സെറ്റിൽമെന്റിലേക്ക് ഞാൻ എത്തുകയും ചെയ്തൊരു സമയമായിരുന്നത്. ഉദാഹരണത്തിന്, ഞാൻ അതിരാവിലെ ഒരു 2:30-3 മണിയോടുകൂടി എൻ്റെ കൃഷി സ്ഥലത്ത് പോകും. സ്വന്തം റബ്ബർ ടാപ്പ് ചെയ്യും, കൊക്കോക്ക പറിക്കും, കുരുമുളക് പറിക്കും, തേങ്ങ പെറുക്കും, ഉരിക്കും. എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്ത് അവിടുന്ന് ഒരു വരുമാനം ആർജിക്കും. 2 ടെക്സ്റ്റൈൽസിലെ വരുമാനമുണ്ട്, 3 എനിക്കൊരു പെൻഷനുണ്ട്. ഇങ്ങനെ ഞാനൊന്ന് സെറ്റിലായ ഒരു സമയത്താണ് പിന്നൊരു ബുദ്ധിമുട്ട്. എല്ലാ ദിവസവും കടയിൽ പോകണം. കടയിൽ പതുക്കെ പതുക്കെ ഞാൻ അവിടുത്തെ മാനേജർ ആയതുകൊണ്ട് നമുക്ക് ഒരു ദിവസം പോലും മാറി നിൽക്കാൻ മേലാത്തൊരു സാഹചര്യം അവിടെ ഫീൽ ചെയ്യുകയാണ്. അച്ഛനെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാനോ, മക്കളുടെ പേരൻസ് മീറ്റിങ്ങിനോ, വൈഫിന്റെ വീട്ടിൽ പോകാനോ, അല്ലെങ്കിൽ ഒരു വിവാഹം നമ്മുടെ ഇഷ്ടാനുസരണം അറ്റൻഡ് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സാധ്യത ഇല്ലാത്തൊരു സാഹചര്യം. അപ്പൊ വിചാരിച്ചു, ഇതിലും ഭേദം മിലിറ്ററിയിലായിരുന്നല്ലോ. ഇവിടെ വന്നിട്ടും ഇങ്ങനെ സ്വാതന്ത്ര്യമില്ലാത്തൊരു ജീവിതം, അത് തീരെ ചിന്തിക്കാനാവാത്ത വിധമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറാൻ ആഗ്രഹിച്ചു. കുഴപ്പമില്ലാതെ സെറ്റിലായി. അതായത് നമ്മുടെ നാട്ടിൽ സെറ്റിലാകുന്ന വിധത്തിൽ ഞാൻ വളരെ കണ്ടീഷനായിട്ട് സെറ്റിലായതാണ്. വരുമാനം മോശമില്ലാതെ ഉണ്ട്. അപ്പൊ അവിടുന്ന് ഒന്ന് മാറിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച് ഞാൻ പല കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് ഞാനൊരു സുഹൃത്ത്, അദ്ദേഹം കുറ്റ്യാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ പേരിൽ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഗ്രേറ്റ് അപ്കമിങ് റീജിയണൽ ടീം കോർഡിനേറ്റർ അനൂപ് സാർ പൂഴിത്തോട്. അദ്ദേഹം കുറ്റ്യാടിയിൽ അന്ന് ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്. അപ്പം അദ്ദേഹത്തോട് ഞാൻ വളരെ രഹസ്യമായിട്ട് ചോദിച്ചു, ഞാനൊരു ഓട്ടോറിക്ഷ എടുത്താൽ എങ്ങനെ ഉണ്ടാവും, എനിക്ക് കുറ്റ്യാടിയിൽ ഇങ്ങനെ നിങ്ങളെപ്പോലെ ഓടിക്കാമല്ലോ എന്നൊക്കെയുള്ളൊരു സാധ്യത ഞാൻ അദ്ദേഹത്തോട് ആരാഞ്ഞു. അപ്പൊ അദ്ദേഹം എനിക്കതിന് പെർമിഷൻ തരികയല്ലേ ചെയ്ത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊന്നും പറ്റിയൊരു പണിയല്ല എന്നുള്ളതാണ് എന്നോട് പറഞ്ഞതെങ്കിലും പതുക്കെ പതുക്കെ ഞാൻ അദ്ദേഹത്തോടൊരു ജോലി സാധ്യത ചോദിച്ചു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നോട് വന്നിട്ട് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വടകര ഒരു മീറ്റിങ്ങിന് വരാമോ, അവിടെ ഒരു നല്ലൊരു പരിപാടി നടക്കുന്നുണ്ട്, നിങ്ങൾ അത് അറ്റൻഡ് ചെയ്താൽ ഇഷ്ടപ്പെട്ടാൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ചേക്ക് എന്നാണ് എന്നോട് പറഞ്ഞൊരു കാര്യം. അപ്പം ഇദ്ദേഹം എന്നെ സംബന്ധിച്ചൊരു വിശ്വസ്തനായ മനുഷ്യനായതുകൊണ്ടും ഇദ്ദേഹം പറയുന്നത് നല്ലതേ പറയൂ എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടും ഞാൻ അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയിൽ കയറി തന്നെ ഞാൻ വടകര ഒരു മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. വടകര അന്ന് ശ്രീമണി ഹാളിൽ ഒരു മീറ്റിംഗ് നടക്കുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ മീറ്റിംഗ് ആണ്. എന്നെ സംബന്ധിച്ച് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു കാര്യം എനിക്ക് തീരെ താല്പര്യമുള്ള അവസരമല്ല. കാരണം നിരവധി വ്യക്തികൾ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് പരാജയപ്പെട്ടതും അതുപോലെ പൈസ നഷ്ടപ്പെട്ടതും പലരുടെ പൈസ പിടിച്ചു പറിച്ച് കൊണ്ടുപോയതുപോലെ അവർ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയല്ല, എന്തോ ഒരു തട്ടിപ്പ് മേഖലയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം വിളിച്ചതുകൊണ്ട് മാത്രം ഏതായാലും പോയതല്ലേ, ഈ പരിപാടി അറ്റൻഡ് ചെയ്തേക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന ഒരു GTS പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ നോട്ടം ഈ പരിപാടി എനിക്ക് പറ്റിയതാണോ എന്നുള്ളത് മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാവുകയാണ്, തുടക്കം മുതലേ ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തുടക്കത്തിൽ നമുക്കറിയാം, പഴയ GTSല് റോബർട്ട് ടി കിയോസാക്കി പറയുന്ന കാര്യങ്ങളും ക്യാഷ് ഫ്ലോ ക്വാർട്ടറും ഒക്കെ എനിക്ക് പരിചയപ്പെട്ടു. എനിക്ക് വളരെ ഇഷ്ടം തോന്നി. അതുപോലെ ഇതിൻ്റെ ഈ ഓപ്പർച്യൂണിറ്റി പറയുമ്പം ഇതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം പറയുന്നത് നോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്, അതുകൊണ്ട് നോ ലോസ് ബിസിനസ് എന്നുള്ളതാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു സാധ്യത. അതായത് നമ്മൾ ആരോടെങ്കിലും പൈസ മേടിച്ചിട്ട് അവർ നാളെ പറയുകയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞ് എൻ്റെ പൈസ പോയി എന്ന് പറയുന്ന ഒരു സാധ്യത. അങ്ങനെ ഒരു സാധ്യത ഈ ബിസിനസ്സിൽ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയാണ്. അതായത് നമ്മൾ ആരോടും പൈസ മേടിക്കേണ്ടതില്ല, നമ്മൾ ആർക്കും പൈസ കൊടുക്കേണ്ടതില്ല. നഷ്ടസാധ്യത ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി. അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമുള്ള ഘടകമായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യതയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വെറും 10ാം ക്ലാസ്സുകാരനാണ്. അപ്പൊ ഇന്ന് 10ാം ക്ലാസ്സിന്റെ അല്ല,
വലിയ വിദ്യാഭ്യാസ യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. എന്നാൽ ഈ ഒരു മേഖലയിൽ അതിന് വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നു. ഇതിലൊക്കെ പറഞ്ഞതിലൊക്കെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ മിലിറ്ററിയിൽ തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ തീരുമാനിച്ചത്, അതേ കാര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടി എനിക്ക് മനസ്സിലാവുന്നു. സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടൊരു പ്രോഗ്രാമിൽ വരുന്ന വ്യക്തികൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഫെസിലിറ്റിയാണ് നോമിനേഷൻ ഫെസിലിറ്റി. ഇത് നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. ഇതിനെ മാത്രം മുന്നിൽ കണ്ടാലും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇതിനെ ചിന്തിച്ചേ മതിയാവൂ. കാരണം എനിക്ക് മിലിറ്ററിയിൽ നിന്ന് പെൻഷൻ കിട്ടുന്നുണ്ട്, അതിന് നോമിനി ഉണ്ട്. ആ പെൻഷന്റെ നോമിനിയുടെ പ്രത്യേകത ഞാൻ മേടിക്കുന്നതിന്റെ, എൻ്റെ കാലശേഷം ഞാൻ മേടിക്കുന്നതിന്റെ വരുമാനത്തിന്റെ പകുതി മാത്രമേ എൻ്റെ വൈഫിന് മാത്രമേ നോമിനി എനിക്ക് ലഭിക്കുകയുള്ളൂ. അതിൽ എൻ്റെ വൈഫിന് കിട്ടാൻ പോകുന്നത് ഞാൻ മേടിക്കുന്നതിന്റെ പകുതി വരുമാനം മാത്രമാണ്. എന്നാൽ നമുക്കറിയാം, ഈ ഒരു ബിസിനസ്സുമായിട്ട് നിങ്ങളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് 3 തലമുറയിലേക്ക്, അതായത് എൻ്റെ വൈഫിന്, എൻ്റെ കാലശേഷം എൻ്റെ വൈഫിലേക്ക് പോകും, അതിനുശേഷം മക്കളിലേക്ക്, മക്കളുടെ മക്കളിലേക്കും 3 തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു നോമിനേഷൻ ഫെസിലിറ്റി. അത് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തുകയല്ല. എത്ര വരുമാനമാണോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ളത് അത് 1 രൂപ മുടങ്ങാതെ, 1 രൂപ കുറയാതെ 3 തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാൻ ഉള്ള ഒരു സംവിധാനിച്ച ഒരു കമ്പനിയിലാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഒരു പ്രൈവറ്റ് കമ്പനി ഇങ്ങനെ 3 തലമുറയ്ക്കുള്ള നോമിനേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവിടെ വരുമാന സാധ്യത പറയുന്നത്. വരുമാന സാധ്യത പറയുമ്പം എന്നെ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം കച്ചവടം നടന്നാലേ വരുമാനമുള്ളൂ. വെറുതെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരാളെ കൊണ്ടുവന്ന, 2 ആളെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷം നിന്ന ഇത്ര രൂപ വരുമാനം, ഒരു വരുമാനം ലഭിക്കില്ല സുഹൃത്തുക്കളെ. ഇവിടെ കച്ചവടം നടന്നാൽ, നിങ്ങളുടെ സിസ്റ്റത്തിൽ ബിസിനസ് നടന്നാൽ അതിനാനുപാതികമായ വരുമാനം മാത്രമാണ് കമ്പനി കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വരുമാനം, നിങ്ങൾ ഉൽപ്പന്നം റീറ്റെയിൽ ചെയ്താൽ 10 മുതൽ 45% വരെയുള്ള റീറ്റെയിൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും. അതായത് നിങ്ങൾ 1000 രൂപയുടെ ഉൽപ്പന്നം വിൽക്കുകയാണെങ്കിൽ 400-450 രൂപയോളം നിങ്ങൾക്ക് ലാഭമായിട്ടുണ്ടാക്കാം. അതുപോലെ നിങ്ങളിലൂടെ എത്ര കച്ചവടം നടക്കുന്നു അതിന്റെ ലാഭവിധം അതത് വീക്കിൽ ആഴ്ച വരുമാനമായിട്ട്, സെയിൽ ടേൺ ഓവർ ബോണസ് ആയിട്ട് ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. അത് കച്ചവടം നടന്നാൽ മാത്രമേ ലഭിക്കൂ. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് തരുന്ന രീതിയെക്കുറിച്ച് അവിടെ കാണുന്നുണ്ട്. 2 ഓർഗനൈസേഷനിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് കച്ചവടം നടക്കുമ്പോൾ മാച്ചിങ് ബിസിനസ് വോളിയത്തിന് 12% അത് കൃത്യമായിട്ട് കൊടുക്കുന്നു. അപ്പൊ അത് നോക്കുമ്പം 1200 രൂപ മുതൽ 2,10,000 വരെ അവിടെ കാണിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുണ്ട് കുറെ വ്യക്തികളുടെ 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയ വ്യക്തികളുടെ എക്സ്പീരിയൻസ് ആ സ്റ്റേജിലുണ്ട്. അതിൽ നിരവധി വ്യക്തികളാണെന്ന് പറയുന്നുണ്ട് ഈ ആഴ്ച വരുമാനം 2,10,000 ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. ഈ വരുമാനം വാങ്ങുന്നവരും ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, സംഗതി ലഭിക്കുന്നത് കൂടി സത്യമാണ് എന്നുള്ളത്. ഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ആ ഓപ്പർച്യൂണിറ്റി, ആ ഒരു മീറ്റിംഗ് പ്രോഗ്രാമിന്റെ കൺക്ലൂഡിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്തിരുന്നത് ഗ്രേറ്റ് WTC സത്യൻ മാഷാണ്. അപ്പൊ സത്യൻ മാഷിനെ സംബന്ധിച്ച് ഞാൻ പറയുമ്പം എന്നെ സംബന്ധിച്ച് അന്ന് തന്നെ എനിക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഒന്ന്, അദ്ദേഹം എന്നെ പോലെ 10ാം ക്ലാസ്സുകാരനല്ല, ഗ്രാജുവേറ്റ് ആണ്, ഡബിൾ MA കാരനാണ്, കോളേജ് അധ്യാപകനായിരുന്നു, ബാങ്കിൽ കാഷ്യർ ആയിരുന്നു, വൈഫ് ഒരു സ്കൂൾ അധ്യാപികയാണ്, അതുപോലെ രാഷ്ട്രീയ പ്രമുഖനാണ്, തുടങ്ങിയിട്ടുള്ള, അതായത് നമ്മൾ സമൂഹത്തിൽ ആദരിക്കുന്ന എല്ലാവിധ ക്വാളിറ്റിയും ഒത്തിണങ്ങിയ ഒരു വ്യക്തി ആ ഒരു ഓപ്പർച്യൂണിറ്റി രാജിവെച്ചിട്ട് ഫുൾ ടൈം കരിയറായിട്ട് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കാണുന്ന ഈ ഒരു ബിസിനസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്തിന്റെ ആവശ്യം വന്നു ഇദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലിയൊക്കെ രാജിവെച്ച് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ? അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സോപ്പും പേസ്റ്റും വിൽക്കുന്ന ഒരു ജോലി മറ്റെല്ലാ ജോലിയെക്കാളും ഉയരങ്ങളിലുള്ളതാണ്, അത്രയ്ക്ക് മഹത്വമുള്ളതാണെന്ന് ആദ്യത്തെ ദിവസം തന്നെ തോന്നിക്കത്തക്ക വിധത്തിൽ എന്നെ ആ ഒരു കാര്യം അട്രാക്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഞാൻ കൈയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, സാറേ ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ മിലിറ്ററിയിലെ അവസാനത്തെ മന്തിൽ പോലും മേടിച്ചിരിക്കുന്നത്
കട്ടിങ്ങിനൊക്കെ ശേഷം ഒരു 50,000 രൂപയുടെ താഴെ മാത്രമേ ഉള്ളൂ. ഇവിടെ 5.5 വർഷം ജോലി ചെയ്ത് 5.5 വർഷം ഈ ഒരു ബിസിനസ്സുമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി എവറി വീക്ക് 2,10,000 വാങ്ങുന്ന ഒരു കണ്ടീഷനിൽ അദ്ദേഹം അന്ന് കണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ മഹത്വം എന്താണെന്ന് അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സാറേ നിങ്ങൾ കേട്ടതൊക്കെ സത്യമാണ്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു സത്യം സത്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞത് കൊണ്ട്, എനിക്ക് കിട്ടി എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ലഭിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ എന്താണോ ഞാൻ ചെയ്തത് അത് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുകയും അതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാനും തയ്യാറാവുകയാണെങ്കിൽ എനിക്ക് കിട്ടിയതല്ല, അതിനേക്കാളും ഒരുപാട് അധികമായിട്ട് നിങ്ങൾക്ക് തരാൻ കഴിവുള്ള ഒരു കമ്പനിയിലാണ് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചുരുക്കി അദ്ദേഹം പറയാണ്, സാറേ ഞാൻ ഒരു 3 ജന്മം കൊണ്ട് ബാങ്കിൽ നിന്ന് ഉണ്ടാക്കാവുന്നത് ഈ ഒരു 5.5 വർഷം കൊണ്ട് നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, എൻ്റെ ഈ ഒരു ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു സിസ്റ്റം, ആ സിസ്റ്റം ഇനി കൊണ്ടുതരാൻ പോകുന്നതാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതുവരെ കൊണ്ടുവന്നതോ വാങ്ങിച്ചതോ ഞാൻ നേടിയെടുത്തതോ അല്ല, ഇനി എനിക്ക് നേടാനുള്ളതാണ് ശരിക്കുള്ള അസറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഒരു കാര്യം നമുക്ക് കണ്ടു ബോധ്യപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുക? അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി. സത്യത്തിൽ മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം, അല്ല മിലിറ്ററി പോകുമ്പോൾ ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് പോയതെങ്കിൽ, മിലിറ്ററി പോയി ആ ജീവിതം പഠിക്കുകയും അതുമായിട്ട് അന്വയിച്ച് ജീവിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഒന്നും ആകില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ തിരിച്ചു വന്ന് മിലിറ്ററി ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ഒരു ചൂടുവെള്ളത്തിൽ ചാടിയ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ, ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചയുടെ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ വീണ്ടും ഒരു സ്വപ്നലോകം തുറന്നു കിട്ടിയ വിധത്തിൽ ഒരു 2ാം ജന്മം എന്നോണം മൈലേഷ്യൽ മാർക്കറ്റിംഗ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ അങ്ങനെ വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനുശേഷം നിരവധി പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഞാൻ നാട്ടിലിറങ്ങി അവരോടോ ഇവരോടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചോദിക്കുകയല്ല ചെയ്തത്, പ്രോഗ്രാമുകളിലൂടെ കയറിയിറങ്ങി. ദൈവാനുഗ്രഹമാകാം, എനിക്ക് അങ്ങനെ ചോദിക്കുന്ന താല്പര്യം പണ്ടേ ഇല്ല. ഒരു കാര്യം എനിക്ക് നല്ലതെന്ന് തോന്നിയാൽ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പണ്ട് മുതലുള്ള ഒരു നേച്ചർ. അങ്ങനെ ഞാൻ മനസ്സിലാക്കാൻ പോയത് പ്രോഗ്രാമിലൂടെയാണ്. ഞാൻ കൂടുതൽ പ്രോഗ്രാം ഒന്നും തുടക്കത്തിൽ അറ്റൻഡ് ചെയ്തില്ല. ഞാൻ ഏകദേശം എല്ലാ ബുധനാഴ്ചയും ഹാഫ് ഡേ ലീവ് എടുത്ത് ബുധനാഴ്ച വടകര പോകുന്ന ഒരു വടകര GTS പ്രോഗ്രാം മാത്രമാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. പതുക്കെ പതുക്കെ ഒരു നിർബന്ധപ്രകാരം ഒരു RTP പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ എത്തിപ്പെട്ടിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി കറക്റ്റ് ആണ്. പക്ഷെ ഇതിനെ ഏറ്റെടുക്കേണ്ട രീതിയിൽ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയൂ എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മറ്റെല്ലാ മേഖലകളെയും അവസാനിപ്പിച്ച് ഫുൾ ടൈം കരിയർ ആയിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ വലിയൊരു അഭിമാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ 75 ലക്ഷം മാച്ച് ചെയ്ത്, അതായത് 1.5 കോടി ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ എത്തിച്ചേർന്നുകൊണ്ട് വളരെ അഭിമാന പുരസ്സരമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് എന്നെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തിനും അതുപോലെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അനൂപ് സാറിനും അതുപോലെ എൻ്റെ ജന്മം തന്ന് എന്നെ പരിപാലിച്ച എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഒക്കെ ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സന്തോഷം തോന്നുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എത്തി എന്നുള്ളത് കൊണ്ട്. അപ്പം എത്തി എന്നുള്ളത് കൊണ്ട് RTC ആയതല്ല, അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാം വിജയിപ്പിക്കുന്നത്. എനിക്കും എന്നെ ശ്രവിക്കുന്ന എൻ്റെ മുഴുവൻ ലീഡേഴ്സിനോട് എൻ്റെ റിക്വസ്റ്റ്, നിങ്ങൾ ഇതിൽ 1, 2, 3, 4, 5 അല്ലെങ്കിൽ കുറെ വ്യക്തികളെ നമ്മൾ പുറത്ത് കാണുന്നുണ്ട്. ഞാനും മൈലേഷ്യയിൽ ചെയ്തതായിരുന്നു. വെറുതെ ചെയ്തതുകൊണ്ട് ഇവിടെ ഒരു ഉപകാരവുമില്ല. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുക. കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് വളരെ പെട്ടെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. ഇപ്പം നമ്മുടെ മുമ്പിൽ കറണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ഫാൻ കറങ്ങുന്നുണ്ട്, ബൾബ് കത്തുന്നുണ്ട്. അപ്പം അതൊരു KSEBയുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. KSEB എവിടെയോ ഉണ്ടാക്കിയ കറണ്ടിനെ നമ്മുടെ വീടിന്റെ മുൻവശത്ത് കൂടി പോകുന്ന ആ കമ്പിയിലൂടെ കടത്തി വിട്ടത് കൊണ്ട് എൻ്റെ വീട്ടിലെ ഫാൻ കറങ്ങില്ല. അത് കറങ്ങണമെങ്കിൽ എൻ്റെ ഈ വീട് ഉണ്ടാക്കിയപ്പം, അല്ലെങ്കിൽ ഞാൻ അതിന്റെ പശ്ചാത്തലത്തില് KSEB പറഞ്ഞ വിധത്തിലുള്ള കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യണം.
ഒന്ന്, അവർ പറഞ്ഞ വിധത്തിലുള്ള വയറിങ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുള്ള സ്വിച്ച് കാര്യങ്ങളെല്ലാം അത് കണക്ട് ചെയ്യണം, മെയിൻ സ്വിച്ച് പിടിപ്പിക്കണം, അവർ പറഞ്ഞ പേപ്പറുകൾ അങ്ങോട്ട് കൊടുക്കണം, അതിനുശേഷം അവർ പറഞ്ഞ കരം അല്ലെങ്കിൽ അതിന്റെ നികുതി അങ്ങോട്ട് അടയ്ക്കണം. അതിനുശേഷം അവരുടെ സിസ്റ്റത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? ഇപ്പം അവരുടെ സിസ്റ്റവും എൻ്റെ സിസ്റ്റവും ഒന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ സ്വിച്ച് ഓൺ ചെയ്യാൻ ഞാൻ വരണമെന്ന് നിർബന്ധമില്ല. എൻ്റെ മക്കൾ വന്നാൽ, എൻ്റെ അമ്മ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ ഈ സ്വിച്ച് അമർത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു വാഹനം, ഒരു കാറ് ഒരു സിസ്റ്റമാണ്. അത് ആർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമോ അവർക്കെല്ലാം അതിൻ്റെ ഉപകാരം സിദ്ധിക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഒരു സിസ്റ്റം. അതേപോലെ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെ ആര് ഓപ്പറേറ്റ് ചെയ്യുന്നു അവരതിന്റെ ഗുണമെടുക്കും. അപ്പോൾ നമ്മൾക്ക് കയ്യിൽ ഈ ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളത് പറഞ്ഞത് കൊണ്ടും, അല്ലെങ്കിൽ ഞാൻ മൈലേജിൽ ചെയ്തു എന്നുള്ളത് കൊണ്ടും ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഈ സിസ്റ്റം റൺ ആണെങ്കിൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ റാങ്കുകളിലേക്കും അതിന് മുകളിലേക്കുള്ള റാങ്കുകളിലേക്കും വലിയ വരുമാനത്തിലേക്കും ഇതിന്റെ എല്ലാ ഉപകാരങ്ങളും അനുഭവിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റത്തെ റൺ ചെയ്യിക്കുന്നവരാണ്. അപ്പൊ ആ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം, കുറഞ്ഞ സമയമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഈ സിസ്റ്റം ആരുടെ റണ്ണാണോ അവർ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൽ വിജയിയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന്, ഈ ഒരു സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് റീറ്റെയിൽ ആണ്. റീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് കിട്ടിയ ഉൽപ്പന്നത്തെ MRPക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനെ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് കമ്പനി തന്നിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ ഇഷ്ടമുള്ള പൈസക്ക് വാങ്ങിക്കൊണ്ട് അത് ഒന്ന് നിങ്ങൾ ഉപയോഗിക്കണം. ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ മറ്റ് ഉൽപ്പന്നങ്ങളല്ല, റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് A to Z ഉൽപ്പന്നങ്ങൾ. അതിന്റെ റിസൾട്ടിനെ ഫീൽ ചെയ്തുകൊണ്ട് ഇതിനെ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടേത്. അതിനെയാണ് റീറ്റെയിൽ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ഉൽപ്പന്നം വീട് വീടാന്തരം വിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ വെറും അബദ്ധമാണ്. കാരണം ഈ ഒരു ഉൽപ്പന്നം നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതിന്റെ ഗുണമേന്മയെ കുറിച്ച്. ഇതിന്റെ ഇടനിലക്കാരും പരസ്യക്കാരും നമ്മളായതുകൊണ്ട് നമ്മൾ ഇതിനെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയപ്പെടുത്താൻ നിങ്ങൾ ഉറപ്പായിട്ടും മനഃപൂർവ്വം പോയെങ്കിലേ മതിയാവൂ. കാരണം ഇതിന്റെ റിസൾട്ട് ഇന്ന് സമൂഹത്തിന് വളരെ ആവശ്യമാണ്. എൻ്റെ വീട്ടിൽ ഒരു ഹോം ഷോപ്പി നടന്നിരുന്നു. ഹോം ഷോപ്പിയിലൂടെയാണ് ഞാൻ ആരംഭിച്ചത്. അപ്പൊ ആ ഹോം ഷോപ്പിൽ ഇതിനെ പരിചയപ്പെടുത്തിയ ലീഡർ ഒരു ഉൽപ്പന്നം പരിചയപ്പെടുത്തി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ആ ഉൽപ്പന്നത്തിന് ഒരുപാട്, എല്ലാ ഉൽപ്പന്നങ്ങളും ഗുണമുള്ളതാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഉൽപ്പന്നം അവർ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം എൻ്റെ മകൻ അന്ന് ആ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 15 വയസ്സുണ്ട്. ജന്മന ഒരു അലർജിക്കാരൻ. അതായത് അവന്റെ മൂക്ക് എപ്പോഴും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. അത് അടയുന്ന പരിപാടിയില്ല. എപ്പോഴും വലിച്ചുമാണ് നടക്കുന്നത്. കണ്ണെപ്പോഴും നിറഞ്ഞൊഴുകും. എപ്പോഴും ജലദോഷ അന്തരീക്ഷം. അവന് 15 വയസ്സ് വരെ ഒരുപാട് മരുന്നും ട്രീറ്റ്മെന്റും കഴിച്ചതാണ്. ഇതിലൊരു മാറ്റമില്ല. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞൊരു ആശ്വാസം പറഞ്ഞൊരു പ്രോഡക്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ഞാനത് അവന് കൊടുക്കുകയും ഒരു 10-22 ദിവസത്തിനുള്ളിൽ അവന്റെ ആ ഒരു അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം വരികയും ചെയ്തു. അങ്ങനെ തുടർച്ചയായിട്ട് അവന് ഞാൻ ഒരു 5 ബോട്ടിൽ കഴിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അവൻ അതിനുശേഷം +2 കഴിഞ്ഞു. ഡിഗ്രി മൈസൂറാണ് പഠിച്ചത്. ഇന്നൊരു ആർമി ഓഫീസർ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സഹായത്താൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ അനുഗ്രഹത്താൽ ഇന്ന് അവൻ നല്ല സുഖമുള്ളവനാണ് എന്നുള്ളത് മാത്രമല്ല, ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഗുണം പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു ഉദാഹരണം പറയുന്നത്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ അവന്റെ ജലദോഷം മാറിയെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അവന്റെ അലർജി മാറിയെന്ന് മാത്രമല്ല, അവന്റെ രക്തത്തിൽ നിന്നും അതിന്റെ ഒരു ജീന് അവസാനിക്കുകയാണ്. അതായത് ഈ വക അസുഖങ്ങൾ, അതായത് ജീവിതശൈലി രോഗങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. എൻ്റെ അമ്മയ്ക്കുള്ള പ്രശ്നമാണ് എന്നിലൂടെ എൻ്റെ മകനിലേക്ക് പോയെങ്കിൽ അവന്റെ തലമുറയിലേക്ക് അത് പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ മക്കളിലേക്ക്. നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, കമ്പനി ഉദ്ദേശിച്ച ഉദ്ദേശം എന്നുള്ളത് തലമുറയെ രക്ഷിക്കുക, തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതശൈലി രോഗത്തെ അതായത് വേരോടെ നശിപ്പിക്കാൻ ഒരൊറ്റ പ്രൊഡക്റ്റിനെ സാധിക്കുകയുള്ളൂ. അത് വെൽനസ് പ്രൊഡക്റ്റ് ആണ്.
ഏറ്റവും നല്ല വെൽനസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആയുർവേദത്തിന്റെ വെൽനസ് പ്രൊഡക്റ്റ് ആണ്. ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ആയുർവേദത്തിന്റെ വെൽനസ് പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറയെ ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കുകയും പുതിയ തലമുറ വരുന്നത് ആരോഗ്യമുള്ളതായിട്ടുള്ള ഒരു തലമുറയായിരിക്കണം. അങ്ങനെ നമ്മുടെ ആയുഷ് ദൈർഘ്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഉൽപ്പന്നം കൂടിയേ തീരൂ എന്ന് ജോസഫ് പറയുന്നതല്ല, മൈലേഷ്യൽ മാർക്കറ്റിംഗ് പറയുന്നതല്ല, ലോക ആരോഗ്യ സംഘടനയിൽ ലോക ആരോഗ്യ വിദഗ്ധന്മാരും അതുപോലെ ലോകരാഷ്ട്ര നേതാക്കന്മാരും ഒരുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കൈ വെച്ചിരിക്കുന്നത്. ഇതിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് റീറ്റെയിൽ എന്നുള്ളൊരു സമ്പ്രദായം ഇതിനോടൊപ്പം നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ടീമിലെ അംഗങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾ ഏത് വിധേനയും റീറ്റെയിലിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം റൺ ആയിരിക്കും. രണ്ടാമത് റീപർച്ചേസ് എന്നുള്ളതാണ്. റീപർച്ചേസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അടുത്ത് ഒരു സ്റ്റോക്ക് ആവശ്യമാണ്. ആ ഒരു സ്റ്റോക്കിൽ നിന്നാണ് നിങ്ങൾ റീറ്റെയിൽ ചെയ്തതെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നം കുറയുമ്പോൾ അത് ഇപ്പോൾ ഒരു സോപ്പ് നിങ്ങൾ റീറ്റെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2 സോപ്പ് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യണം. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കിയിട്ടില്ലേ? എവിടെയെങ്കിലും അവരുടെ ആ ഒരു സ്റ്റോക്കിൽ ഒരിക്കലും നമ്മളൊരു കുറവ് കാണുന്നില്ല. എപ്പം നോക്കിയാലും അത് നിറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കരുതൽ എന്നുള്ളത് നിങ്ങളുടെ സ്റ്റോക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഉറപ്പ് പറയാം. ഞാനിപ്പം എൻ്റെ അടുത്താണെങ്കിൽ ഇപ്പം മിനിമം ഒരു 50,000 രൂപയെങ്കിൽ സ്റ്റോക്ക് ഈ ഒരു സമയത്തും ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഹോം ഷോപ്പിലൂടെയാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഇന്നും ആ ഷോപ്പിനെ ഞാൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഏതൊരു വ്യക്തിക്കും ഒരു പുതിയ ടീം വരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് തുടങ്ങിക്കൊണ്ടാണ് ആരംഭിച്ചത്, നിങ്ങൾ ഇതുപോലെ സ്റ്റോക്ക് ആരംഭിക്കുക. ഒരു നിർബന്ധവുമില്ല 50,000 രൂപയുടെ വേണമെന്നോ 1,00,000 വേണമെന്നോ. നമ്മളൊക്കെ 1,00,000 1,30,000 ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിക്കലും പേടിക്കേണ്ടതില്ല. കാരണം അത്രയ്ക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നമാണ്. അത് നിങ്ങൾ എത്ര സ്റ്റോക്ക് ചെയ്താലും ഒരിക്കലും അത് അധികമായില്ല, ഒരു ബുദ്ധിമുട്ടും വരില്ല. അത്രയ്ക്ക് ആവശ്യമാണ്. ഒരു സ്റ്റോക്ക് മെയിൻ്റെനൻസ് ആവശ്യമാണ്. അത് നിങ്ങളുടെ ഇഷ്ടം, എത്ര രൂപയ്ക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്യാം. പക്ഷേ ഒരു സ്റ്റോക്ക് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനാവില്ല. സ്റ്റോക്ക് ഉള്ളിടത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉൽപ്പന്നം തീരുന്നതിനനുസരിച്ച് റീപർച്ചേസ് ചെയ്യണം. ഒന്ന്, ഉൽപ്പന്നം നിങ്ങൾ പരിചയപ്പെടുത്തണം. രണ്ടാമത് നിങ്ങളുടെ സ്റ്റോക്ക് ഉണ്ടാകണം. ആ സ്റ്റോക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് വരേണ്ടത് ഇത് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥാപനം നടത്തി ഒരിക്കലും ഈ ലോകത്ത് ആരും കോടീശ്വരന്മാരോ കോടീശ്വരികളോ ആയിട്ട് നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരു കട നടത്തിയാൽ നമുക്ക് അതിന്റെ സർക്കിളിലുള്ള കച്ചവടം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതിനെ മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബ്രാഞ്ചസ് വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ID ക്രിയേറ്റ് ചെയ്യുകയും അവർക്ക് കൂടുതൽ ഉൽപ്പന്നം ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ചസുകൾ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് വർദ്ധിപ്പിക്കാം. അതുപോലെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വലുപ്പം കണ്ടുകൊണ്ടോ ഒന്നുമല്ല, ഇതിലെ വരുമാനം മാത്രം ഉദ്ദേശിച്ചാണ്. അങ്ങനെ വരുമാനം ഉദ്ദേശിച്ച് നല്ലൊരു വരുമാനം കിട്ടിയാൽ കൊള്ളാം, അതിനെ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഒന്ന് മനസ്സിലാക്കി അവരിലേക്ക് എത്താൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് കൂടുതൽ വർദ്ധിക്കുകയും കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് കടന്നു ചെല്ലാനും അല്ലെ നമ്മുടെ ബ്രാഞ്ചസ് കൂടുതൽ വർദ്ധിപ്പിക്കാനും സാധിക്കും. എന്തിനു പറയുന്നു? സമൂഹത്തിൽ ആൾക്കാർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം കൊടുക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആരിലേക്കും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മൈലേഷ്യലിനെ മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മൾ വിജയികളാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം റീറ്റെയിൻ എന്നുള്ളതാണ്. റീറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ വന്ന വ്യക്തികളെ ഈ ഒരു ബിസിനസ്സിൽ ഉറപ്പിക്കുക, നിലനിർത്തുക, നിലകൊള്ളിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ അവരെ പ്രോഗ്രാമുകളിലേക്ക് അവരെ ക്ഷണിക്കുക, വരുത്തുക, കൊണ്ടുപോവുക. അവരെ മാക്സിമം പ്രോഗ്രാമുമായിട്ട് ഓറിയന്റഡ് ആക്കുക, പ്രോഗ്രാമുമായിട്ട് കണക്റ്റഡ് ആക്കുക. പ്രോഗ്രാമിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയോട് നേരെ പറയുമ്പോൾ അവർക്ക് പല വിധത്തിലുള്ള നമ്മളോടുള്ള പ്രതികരണമായിട്ട് ഇതിനെ വേണ്ട വിധത്തിൽ അവർ ഉൾക്കൊള്ളില്ല. പക്ഷെ പ്രോഗ്രാമിലാകുമ്പം ഇവരെ ഫ്രീ മൈൻഡ് കേൾക്കുകയും അതിനുശേഷം അവരുടെ മൈൻഡിൽ ഒരു പ്രോഗ്രാമിങ് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പറയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാമിങ് നടക്കുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാമിംഗ് ആണ് അവരെ ഇതിൽ സെറ്റ് ആക്കുക. അതായത് അവരുടെ ഒരു നോർമൽ മൈൻഡിലേക്ക് ഒരു ബിസിനസ് മൈൻഡ് കടന്നു വരുന്നത്
അല്ലെങ്കിൽ അവരുടെ മറ്റ് എംപ്ലോയി മൈൻഡിൽ നിന്ന് ഒരു ബിസിനസ് മൈൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്താണ്? പ്രോഗ്രാമിങ്ങിലൂടെയാണ്. അത് പ്രോഗ്രാമിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അത് നമ്മൾ ഏത് വിധേനയും പ്രോഗ്രാമിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകണം. അപ്പം ഒന്ന് മനസ്സിലാക്കണം, എന്ന് മുതൽ നിങ്ങളുടെ കീഴിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള അസോസിയേറ്റ് അവരുടെ ഇഷ്ടാനുസരണം അവർ സ്വമേധയാ ഒരു പ്രോഗ്രാമിലേക്ക് എത്താൻ തയ്യാറാകുന്നു, അന്ന് മുതൽ അവരുടെ സിസ്റ്റം വളരാൻ തുടങ്ങും. നമ്മുടെ കൂടെ വന്നവരുടെ സിസ്റ്റം വളരാൻ തുടങ്ങുമ്പോഴേ നമ്മൾ വളരുകയുള്ളൂ. അപ്പോൾ ഏത് വിധേനയും നമ്മുടെ കൂടെയുള്ളവരുടെ സിസ്റ്റം വളർത്താൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിൽ ഈ 4 കാര്യങ്ങളും നമ്മളുടെ കൂടെ വന്നവരുടെ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇത് 4 നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീം വളരുന്നുണ്ട്, നിങ്ങളും വളരുന്നുണ്ട്. അതായത് റീറ്റെയിൽ നിങ്ങളുടെ ടീമിൽ നടക്കുന്നുണ്ടോ, നിങ്ങളുടെ ഓർഗനൈസേഷൻ 1ലും 2ലും നടക്കുന്നുണ്ടോ, റീപർച്ചേസ് അവിടെ നടക്കുന്നുണ്ടോ, അതുപോലെ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ, അവർ പ്രോഗ്രാമിൽ പോകുന്നുണ്ടോ. ഈ 4 കാര്യം ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം റൺ ആണ് എന്നുള്ളത് ഞാൻ പറയും. നിങ്ങളുടെ സിസ്റ്റം റൺ ആണെങ്കിൽ നിങ്ങൾ വളരുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ടീമുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ നെക്സ്റ്റ് റാങ്കിലേക്ക് പോകുന്ന വ്യക്തിയാണ്, എവറി വീക്ക് വരുമാനം മേടിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളത് ഉറപ്പിച്ചോളൂ. ഇത് 4 നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? നിങ്ങൾ വളരുന്നില്ല. നിങ്ങൾ പതുക്കെ 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 നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഔട്ടാകുകയും നാളെ നമ്മളൊരു പേരിന് മാത്രം ആരെങ്കിലും ചോദിച്ചാൽ ഞാനും പരീക്ഷ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്തായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയ വ്യക്തികളുടെ പ്രത്യേകത എന്താണ്? അവരുടെ ഈ സിസ്റ്റം റൺ അല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ സിസ്റ്റം റൺ ആണോ എന്നുള്ളത് നിങ്ങൾ ഇന്ന് ചിന്തിക്കുക. ഇല്ലെങ്കിൽ അതിനെ റണ്ണാക്കേണ്ട കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വളർന്നുകൊള്ളും. വേറൊന്നും ഇവിടെ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇവിടെ ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ അസോസിയേറ്റിന്റെ ഉള്ളിൽ അല്ലെ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഉണ്ട് എന്നുള്ളത് മാത്രം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു 3 കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു സംരംഭകനും അവർക്ക് വരുമാനം കൊടുക്കുന്നത് അവരുടെ സിസ്റ്റത്തിലെ ഡ്യൂപ്ലിക്കേഷൻ എന്നൊരു പരിപാടിയാണ്. അതായത് എന്താണോ നമ്മൾ ചെയ്തത് അത് നമ്മളുടെ ടീമിൽ നമ്മൾ ചെയ്യിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഡ്യൂപ്ലിക്കേഷൻ. ഏത് സംരംഭകനും വളർന്നത് അവരുടെ ഡ്യൂപ്ലിക്കേഷനിലൂടെയാണ്. ആ ഡ്യൂപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ഡ്യൂപ്ലിക്കേഷൻ അത് നമ്മൾ ചെയ്തത് നമ്മുടെ ടീമിൽ അനുവർത്തിക്കുക. ഈ പറഞ്ഞ സിസ്റ്റം തന്നെയാണ് ഈ സിസ്റ്റം നിങ്ങളുടെ ടീമിൽ അനുവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മറ്റൊന്ന് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മൾ ഒരു വ്യക്തി വന്നു, ആ വ്യക്തിയിലൂടെ 2 വ്യക്തികൾ വന്നു, ആ വ്യക്തിയിലൂടെ 2 വ്യക്തികൾ കടന്നു വരുന്നു, ആ വ്യക്തിയിലൂടെ 2 വ്യക്തികൾ കടന്നു വരുന്നു. അങ്ങനെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ, മാൻ മൾട്ടിപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാൻ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നതിനോടൊപ്പം തന്നെ ടൈം മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നിങ്ങളുടെ സിസ്റ്റം റൺ ആകുകയും നിങ്ങൾ വളരുകയും നമ്മുടെ ടീം ഡെവലപ്പ് ആകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ഏതൊരു സംരംഭകനും വളരണമെങ്കിൽ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണം. ടൈം ആൻഡ് മാൻ മൾട്ടിപ്ലിക്കേഷൻ, ഇത് 2 ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്നതാണ്. ഇതും കൂടി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം റൺ ആയിക്കോളും. മറ്റൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പവർ ഓഫ് ടെക്നോളജിയാണ്. ടെക്നോളജിയുടെ പവർ കൊണ്ടുകൂടിയാണ് ഇന്ന് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ടെക്നോളജി ഓറിയന്റഡ് അല്ലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് നമ്മൾ പണിയെടുക്കുന്നുണ്ട്, ഞാൻ പോയി പണിയെടുത്താൽ മാത്രമേ എനിക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ടെക്നോളജി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് എവിടെ പോയി കഴിഞ്ഞാലും പണ്ട് നമ്മൾ ഒരു പൈസ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണ ദിവസങ്ങളോളം ബാങ്കിൽ പോയിരുന്ന് ആ പേപ്പർ ഈ പേപ്പർ അവിടെ സൈൻ ചെയ്ത് ഇവിടെ സൈൻ ചെയ്ത് ക്യൂ നിന്നിട്ടാണ് പണി ചെയ്തത്. ഇപ്പൊ നമ്മൾ മിനിറ്റ് വെച്ച് സെക്കൻഡ് വെച്ച് നമ്മുടെ ഫോണിൽ കൂടെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇതൊക്കെ ടെക്നോളജിയുടെ പവറാണ്. അതേപോലെ ഇന്ന് നമ്മൾ ID അടിക്കുന്നത്, ഞാൻ സിംലയിൽ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ID ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അടിച്ചു. അദ്ദേഹം അവിടെ പർച്ചേസ് ചെയ്തപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് അതിൻ്റെ ബിസിനസ് വോളിയം വരുമാനവും കിട്ടി. എന്തുകൊണ്ട്? ടെക്നോളജിയുടെ പവറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നിസ്സാരമെന്ന് കരുതുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ടെക്നോളജി ബേസ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഈ 3 കാര്യം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്ര കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ഒരു മുതൽ മുടക്കുമില്ലാതെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മുടെ ഇതിലെ ഏറ്റവും വലിയൊരു പരാതി. ഒരു ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്നതായിരുന്നെങ്കിൽ നമ്മൾ അതിന് മൂല്യം കൊടുത്തേനെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ കേൾക്കുന്ന ഈ ഒരു സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും മഹത്തായ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങളുടെ
അപ്ലൈൻ ആയിട്ടുള്ള വ്യക്തി കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ വശങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ട് പഠിച്ച് ശക്തമായിട്ട് മുന്നേറുക. ജീവിതത്തിൽ വിജയിക്കാൻ ഇതിൽ കൂടുതൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ, നമ്മുടെ ആരോഗ്യമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും രക്ഷപ്പെടാൻ ഇതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കാനില്ല എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി നിങ്ങൾ എല്ലാം വിട്ടെറിഞ്ഞ് നിങ്ങളുടെ അടുത്ത് മറ്റെന്തൊക്കെയുണ്ടോ അതൊക്കെ ധൈര്യമായിട്ട് വിട്ടെറിഞ്ഞ് ശക്തമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതില് അല്ല, നിങ്ങളുടെ 3 തലമുറയെ രക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു വിജയിയായിട്ട് എന്നും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, എനിക്ക് ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇതുപോലെ സംസാരിക്കാൻ ഒരു ചെറിയ കഴിവ് സർവശക്തൻ എന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ഒരു പേഴ്സണാലിറ്റിയിൽ, എൻ്റെ പേഴ്സണാലിറ്റി, അതായത് ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോൾ ഒക്കെ അല്ലാത്ത പക്ഷം ഞാനൊരു താടിയൊക്കെ നീട്ടി അങ്ങനത്തെ ഒരു സാഹചര്യം മാറിയെങ്കിൽ ഇന്ന് ദൈവാനുഗ്രഹത്താൽ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മൈലിഷ്യൽ മാർക്കറ്റിംഗ് ആണ്. അതുപോലെ തന്നെ എൻ്റെ മറ്റ് അച്ചീവ്മെന്റ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിലിറ്ററിയിൽ നിന്ന് 21 വർഷം ജോലി ചെയ്തിട്ടും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന എൻഫീൽഡിന്റെ ഒരു ബുള്ളറ്റ് മേടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഈ മൈലേഷ്യലിന്റെ ആദ്യത്തെ റാങ്ക് അച്ചീവ് ചെയ്തപ്പോൾ അത് മേടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആത്മവിശ്വാസമാണ്. ഈ ബിസിനസ്സിലൂടെ എന്ത് നേടാം എന്നുള്ള ഒരു ധൈര്യമാണ് എന്നെ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ വെച്ച് എൻഫീൽഡിന്റെ ബുള്ളറ്റ് എടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ ടിയാഗോ ഇവിയുടെ ഒരു ഓട്ടോമാറ്റിക് കാറാണ് ഉപയോഗിക്കുന്നത്, 10 ലക്ഷം രൂപ വില വരുന്നത്. അതുപോലെ നല്ല ഫോണ്, നല്ല ലാപ്ടോപ്പ്, പ്രൊജക്ടർ, മക്കൾ അവർ ആഗ്രഹിച്ച കോളേജിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിനൊത്തൊരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ സഹായിച്ചിരിക്കുന്നത് എൻ്റെ ഈ ഒരു മൈലിഷ്യൽ മാർക്കറ്റിംഗ് ആണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഉറച്ച് പറയുന്നു. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് വരെ നേടിയതല്ല, ഇനി നേടാനുള്ളതാണ് എനിക്കുള്ളത്. എൻ്റെ ഒരു സിസ്റ്റമാണ് അതിനെ എന്നെ സഹായിച്ചത്. എനിക്ക് 2 ഓർഗനൈസേഷനും സെറ്റായിട്ടുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളിലാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി എപ്പോഴും മുഴുകുക. അല്ലാതെ എനിക്ക് വരുമാനം മേടിക്കാനല്ല, എൻ്റെ കൂടെ വന്നവർക്ക് ചെറുതും വലുതുമായ വരുമാനത്തിന് വേണ്ടി ഓടുമ്പം എൻ്റെ വരുമാനം ദൈവാനുഗ്രഹത്താൽ പൂർത്തീകരിക്കും. അതാണ് സിസ്റ്റം. ഏതായാലും ഇത്രയും സമയം എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറയുകയാണ്. എന്നെ കൊണ്ട് വിളിച്ച മൂസ സാറിനും അതുപോലെ എന്നെ ഇൻവൈറ്റ് ചെയ്ത കരീം സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്പീച്ചിലൂടെ എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടാവും. അതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം അനുഗ്രഹിക്കപ്പെട്ടെന്ന്, ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്,